നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ PNCMAKയിലെയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ MGSFNCKയിലെയും BSc നഴ്സിംഗിന്റെ 2025 അപേക്ഷ എന്ന് തുടങ്ങുന്നതിനെക്കുറിച്ച് കുട്ടികൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. MGSFNCKയിലും PNCMAKയിലും ഉള്ള കോളേജുകൾക്കെല്ലാം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ ഉള്ളതാണ്. എങ്കിലും ഓരോ വർഷവും അഫിലിയേഷൻ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ ബാച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ കോളേജിൽ വന്ന് പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധനകൾ നടത്തും. അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളും പരിശോധിക്കുന്നതാണ്. അങ്ങനെ പരിശോധനയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അവർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ പുതുക്കി നൽകുന്നത്. അങ്ങനെ അപ്രൂവൽ ലഭിച്ചാൽ മാത്രമാണ് രണ്ട് അസോസിയേഷനുകളിലും പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിക്കുവാൻ സാധിക്കുകയുള്ളൂ. PNCMAKയിലും MGSFNCKയും ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ ലഭിച്ചാൽ ഉടൻ തന്നെ അപേക്ഷ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBSൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. LBSന്റെ റാങ്ക് ലിസ്റ്റ് ജൂലൈ 15-ാം തീയതിയാണ് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ LBSൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്യുന്നതിന് യൂസർ ID എന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇമെയിൽ ID ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ CPASൽ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം അതിന്റെ ഡോക്യുമെന്റ്സുകൾ CPASന്റെ ഗാന്ധിനഗറിലെ സെന്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ടുള്ള അപേക്ഷ നൽകിയാൽ മാത്രം മതി. ഡോക്യുമെന്റ്സുകളൊന്നും അയച്ചു കൊടുക്കേണ്ട. കേരളത്തിൽ 2025 BSc നഴ്സിംഗിന്റെ ക്ലാസുകൾ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ആരംഭിക്കും. ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും ഉൾപ്പെടെ 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. റാങ്ക് ലിസ്റ്റ് വന്നാൽ ഈ വർഷം എത്ര കുട്ടികൾ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് അറിയാം. ഒരേ ഇൻഡെക്സ് മാർക്കുള്ള എത്ര കുട്ടികളാണ് അപേക്ഷിച്ചിരിക്കുന്നത് എന്ന് റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമാണ് അറിയാവുന്നത്. ഒരേ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് പല റാങ്കുകളാണ് വരുന്നത്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് പറയുവാൻ സാധിക്കൂ. ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് പറയുവാൻ സാധിക്കില്ല. റാങ്ക് ലിസ്റ്റ് വന്നാൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയാൻ സാധിക്കൂ.